ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയെന്ന് ഇഡി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് നിർണായക രേഖകൾ പിടിച്ചെടുത്തു. തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. സ്വർണ്ണ കവർച്ചയിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചു. സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഗോവർദ്ധന്റെയും ഇടപാടുകളിലും ദുരൂഹതയുണ്ടെന്നും തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ ഉടൻ കണ്ടുകെട്ടുമെന്നും ഇഡി അറിയിച്ചു. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് ഇഡിയുടെ ഇന്നലത്തെ പരിശോധനയിലെ കണ്ടെത്തൽ? എന്ത് നടപടിയിലേക്ക് കടക്കുമെന്നാണ് ഇഡി അറിയിക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ വലിയ തോതിൽ 21 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതെങ്കിലും അതിൽ മറ്റ് ചില ക്രമക്കേടുകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ പ്രധാനപ്പെട്ട പല രേഖകളും, അതായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നടക്കം പ്രധാനപ്പെട്ട പല രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ കടക്കുന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിക്കുക. പ്രത്യേകിച്ച് ഈ പണം കൊണ്ട് ഇവർ വാങ്ങിയ സ്വത്തുവകകളുണ്ട്, ഭൂമിയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടുകെട്ടേണ്ട നടപടികളിലേക്ക് കടക്കണം. ഇത് ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് കിടക്കണം. ഒപ്പം തന്നെ വിദേശത്തേക്ക് ഈ പണം കടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ കേസിൽ 13 പേരെയാണ് SIT പ്രതികളാക്കിയിട്ടുള്ളതെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിൽ നിലവിൽ 35 പേരാണുള്ളത്. ഒപ്പം 8 സ്ഥാപനങ്ങളുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കും. അതിനുശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതും. ഏതായാലും ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് പുറമെ മറ്റ് ചില പ്രധാനപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഈ സ്പോൺസർഷിപ്പിലൂടെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ, ശബരിമലയിലെ വിവിധ പരിപാടികൾക്ക് അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്ക് ലഭിച്ച സ്പോൺസർഷിപ്പിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ പലതിനും രേഖകളില്ല, അല്ലെങ്കിൽ ഈ പണം എങ്ങോട്ടേക്ക് പോയി എന്നതിന് കൃത്യമായി രേഖകളില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം ഈ സംഭാവന എന്ന നിലയിൽ വലിയ തോതിലുള്ള തുകകൾ ശബരിമലയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സംഭാവനകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അത് ആരാണ് ആ പണം വാങ്ങിയതെന്ന് കാണിച്ചിട്ടില്ല. അത് അല്ലെങ്കിൽ ആ പണം എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ ശബരിമലയിലെ സംഭാവനകളിലും കൃത്യമായ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തുന്നു. നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അത് വലിയ തോതിൽ ചർച്ചയായതാണ്, ഹൈക്കോടതിയിലടക്കം വന്ന വിഷയമാണ്. അപ്പോൾ അതിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇതെല്ലാം കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ടും ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിൽ വരും. SIT അന്വേഷിക്കുന്നതിനും അപ്പുറം വലിയ തോതിലുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തോതിൽ ഈ സ്വർണ്ണ കവർച്ച നടത്തി ലഭിച്ച പണം കൊണ്ട് വലിയ തോതിലുള്ള സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, അതിന്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധന ചില പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും കൃത്യമായി സഹായം ചെയ്തിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. മാത്രമല്ല നിതിൻ, ഇന്നലെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി. അത് പരിശോധിക്കേണ്ടതുണ്ട്, ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കുമോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക്, ഇല്ലെങ്കിൽ ഇഡിയുടെ അന്വേഷണത്തിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന രീതിയിലേക്ക് ഇഡി കടക്കാൻ സാധ്യത? തീർച്ചയായും ജനുവരി 9 ECIR രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ ദിവസം ആദ്യ നടപടിയായാണ് ഈ റെയ്ഡ് നടത്തിയത്. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 110 ഉദ്യോഗസ്ഥരാണ് ഈ 3 സംസ്ഥാനങ്ങളിലായി നടന്ന റെയ്ഡിൽ പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായും രേഖകൾ, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഒപ്പം ഇവരുടെ ചിലരുടെയൊക്കെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധന വേണ്ടിവരും. സാമ്പത്തിക രേഖകൾ അത് കൃത്യമായി ക്രോഡീകരിച്ച് അതിന്റെ പഠനം നടത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനമാകുക. നിലവിൽ എല്ലാ പ്രതികളും, ഇതിൽ അറസ്റ്റിലായ എല്ലാ പ്രതികളും ജയിലിലാണുള്ളത്. അപ്പോൾ അവരെ കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടികൾക്കായി കോടതിയെ സമീപിക്കേണ്ടി വരും. ഇതിനെല്ലാം മുമ്പ് കൃത്യമായി രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുക. ഏതായാലും ഈ ചോദ്യം ചെയ്യലിനും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുമൊക്കെ മുമ്പ് തന്നെ ഇവരെ ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, അല്ലെങ്കിൽ ഇവർ ഈ കവർച്ചയിലൂടെ, സ്വർണ്ണക്കൊള്ളയിലൂടെ കണ്ടെത്തിയ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ നേടിയ പണം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ വസ്തുക്കളൊക്കെ അത് ഇഡിയുടെ വരുതിയിലാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ്
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം തന്നെ പോകുക. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ മുഴുവൻ പ്രതികളുടെയും വീടുകളിൽ പരിശോധന നടത്തിയപ്പോഴും തന്ത്രിയെ മാത്രം അതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. തന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. എന്തുകൊണ്ടാണ് തന്ത്രിയെ മാത്രം ഒഴിവാക്കിയെന്നും അല്ലെങ്കിൽ തുടർന്നുള്ള അന്വേഷണങ്ങളിൽ തന്ത്രിക്ക് നേരെയും അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക ക്രമക്കേട് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, തന്ത്രിക്ക് അറിവുണ്ടായിരുന്നോ കാര്യം ഒന്നും തന്നെ ഇഡി വിട്ടു പറയുന്നില്ല. ഏതായാലും ഇതിൽ തന്ത്രി മാറ്റം തൽക്കാലം തന്ത്രിയെ മാത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറ്റി നിർത്തിയിട്ടുണ്ട്. മറ്റ് എല്ലാ പ്രതികൾക്കും നേരെയും ഒപ്പം ഈ SIT-യുടെ പരിധിയിൽ ഇല്ലാത്ത ചില ആളുകൾ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്താനുള്ള നീക്കത്തിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. അതാണ് അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ട് സംഭാവനയുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ ഇഡി പരിശോധന നടത്തിയിട്ടുള്ളതാണ്. അതിൽ ക്രമക്കേടുണ്ട് എന്ന രീതിയിലുള്ള തെളിവുകളും ഇല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള രേഖകളും ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ആചാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടുകളിലേക്കുള്ള അന്വേഷണം ഏത് രീതിയിലാകും? അത് സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയല്ലേ? അങ്ങനെയെങ്കിൽ ഇഡിയുടെ നിരീക്ഷണത്തിൽ ആരൊക്കെയായിരിക്കും പെടുക? ഒപ്പം തന്നെ എന്തുകൊണ്ട് തന്ത്രിയിലേക്ക് ഇന്നലെ എത്തിയില്ല എന്നൊരു ചോദ്യം ബാക്കിയാണല്ലോ. തീർച്ചയായും പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ ഗുരുതരമായി പറയുന്നത് ഈ സംഭാവനകളിലെ ക്രമക്കേടുകളാണ്. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ വലിയ തോതിലുള്ള സംഭാവന ശബരിമലയിലേക്ക് നൽകിയിട്ടുണ്ട്. അതിൽ കോടികളുടെ തന്നെ സംഭാവന ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊന്നും ഒരു കൃത്യമായ കണക്കില്ല. ആരൊക്കെയാണ് പണം തന്നത്, അല്ലെങ്കിൽ എത്ര രൂപ വീതം തന്നു, ഈ പണം എങ്ങോട്ടേക്കാണ് പോയത് തുടങ്ങിയ ഒരു തരത്തിലുമുള്ള രേഖകളില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അപ്പോൾ ഈ സംഭാവനയിലൂടെ ലഭിച്ച പണത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകളുണ്ട്. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഇത് വരുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് ശബരിമലയിലുള്ള കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകാൻ സ്വാഭാവികമായി തന്നെ ഇഡിക്ക് പോകേണ്ടതായി വരും. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് വലിയ തോതിലുള്ള അന്വേഷണം, പ്രത്യേകിച്ച് ഇഡി പറയുന്നത് കഴിഞ്ഞ കുറെ കാലത്തിനിടെ ഇഡി നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനിലൊന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും കൂടുതൽ അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും റെയ്ഡ് നടത്തേണ്ടി വരുമെന്നാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള അന്വേഷണത്തിലേക്ക് വീണ്ടും പോകേണ്ടി വരും. സംഭാവനകളിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. ഒപ്പം ഈ നെയ്വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ATSന്റെ റഡാറിൽ ഇല്ലാത്ത ചില ആളുകൾ കൂടി, ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരായിരുന്ന ചില ആളുകൾ, ദേവസ്വം ബോർഡിൽ ജീവനക്കാരായിരുന്ന ആളുകളൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സ്പോൺസർഷിപ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് മാത്രമല്ല, മറ്റു പല കേസുകളിലും മറ്റു പല ആവശ്യങ്ങൾക്കുമായി വന്ന പല സ്പോൺസർഷിപ്പ് നടപടികളിലും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിലും കൃത്യമായി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. അപ്പോൾ അതൊക്കെ കൂടി കണ്ടെത്തണമെങ്കിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും റെയ്ഡ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടി വരുമെന്നാണ് ഇഡി പറയുന്നത്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് തന്നെയാകും തീർച്ചയായും പോവുക. ഒപ്പം ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മറുപടി നൽകുന്നുമില്ല.